എൽസമ്മ അലീനയെ മകളായി അംഗീകരിക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അലീനയുടെ ആഗ്രഹം അത് സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് അലീന വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, താൻ തൻ്റെ അച്ഛൻ്റെ ഭാര്യയിൽ നിന്നും മോളെ എന്നൊരു വിളിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ തന്നെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കാൽ കീഴിൽ കിടക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം വല്യപ്പച്ചനാണെങ്കിൽ ആകെ അത്ഭുതത്തോടെയാണ് എല്ലാം നോക്കി കേട്ട് കാണുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയുന്നു പറഞ്ഞാൽ നമ്മുടെ എൽസമ്മയുടെ വരവ് തന്നെയാണ്. എൽസമ്മയാണെങ്കിൽ വരാൻ തയ്യാറെടുക്കുകയാണ്. പോയ ക്യാമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് എൽസമ്മ തിരികെ വരികയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം എൽസമ്മയെ കൂട്ടാനായിട്ട് റീത്തയാണ് പോകുന്നത്. റീത്തയാണെങ്കിൽ ചെന്ന ഉടനെ തന്നെ നേർവഴിക്ക് നടക്കാനായിട്ടൊരുങ്ങിയ എൽസമ്മയുടെ മനസ്സിൽ വിദ്വേഷവും കൂടാതെ പകയും കുത്തി നിറയ്ക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഈ എൽസമ്മ നല്ലൊരു വ്യക്തിയാണെന്ന് കാണാം, പക്ഷേ റീത്ത ഒരു കള്ളിയാണ്. എങ്ങനെയെങ്കിലും അവരുടെ ചെലവിൽ പോകണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. തനിക്ക് യാതൊരു പ്രശ്നവും വരാതെ, പൈസയ്ക്കൊരു ബുദ്ധിമുട്ടും വരാതെ ആർഭാടമായ ജീവിതം ജീവിക്കണമെന്ന ചിന്തയുമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവർ സ്റ്റാലിൽ നിന്നും നമ്മുടെ എൽസമ്മയെ പറിച്ചെടുത്തത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം അങ്ങനെ ബൈബിൾ കൺവെൻഷനൊക്കെ കഴിഞ്ഞെത്തുന്ന നമ്മുടെ എൽസമ്മയുടെ ഉള്ളിൽ വീണ്ടും അലീനയോടുള്ള പകയും വിദ്വേഷവും കുത്തി നിറയ്ക്കുകയാണ്. എടി എൽസമ്മേ, നിന്നോട് ഞാൻ പറഞ്ഞതുമാതിരി തന്നെ അവളവിടെ അധികാരം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മളൊരു കൈ, അതായത് ഒരു ചുവട് മുന്നോട്ട് വെച്ചില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് കാണാം. അതായത് സ്വത്തും കാര്യങ്ങളും. ഇതേ സമയമാണെങ്കിൽ എൽസമ്മ പറയുന്നുണ്ട്, നമുക്കെന്തിനാണ് ഇത്രയധികം സ്വത്തുക്കൾ? സ്റ്റാൻലി പൈസയും കാര്യങ്ങളൊക്കെ മാസം തരുന്നുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ, അതിൽ പരം ഇനി എന്ത് വേണം റീത്തെ എന്ന് ചോദിക്കുന്നത് കാണാം. എൻ്റെ എൽസമ്മേ, നീയിപ്പോൾ വിട്ടുകൊടുത്താൽ എല്ലാം ആ വലിഞ്ഞു കയറി വന്ന ആ വല്ലോർക്കും ജനിച്ചവൾ സ്വന്തമാക്കി കൊണ്ടുപോകും. നീ വിട്ടുകൊടുക്കാതെ പോരാടിയില്ലെങ്കിൽ ആകെ നിനക്കും നിൻ്റെ മക്കൾക്കും മാത്രമേ നഷ്ടമുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ പണവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്ന് കരുതി കുറച്ച് നാൾ കഴിയുമ്പോൾ, അവളിലേക്കെല്ലാം മാറിക്കഴിയുമ്പോൾ, ഒരു രൂപ പോലും നിനക്ക് തരില്ല അവൾ, തരാൻ സമ്മതിക്കില്ല അവൾ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ റീത്തയുടെ കെണിയിൽ കുടുങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് എൽസമ്മ റീത്തയോട് ചോദിക്കുമ്പോൾ, അത് തന്നെയാടി നിൻ്റെ ഭർത്താവ് സ്റ്റാൻലി തീരുമാനിക്കുന്നത്. നിന്നെ ഒഴിവാക്കാനും ഒടുവിൽ ഈ കൊച്ചിൻ്റെ, അതായത് ഈ പെൺകൊച്ചിൻ്റെ തള്ളയെ വിളിച്ച് കൂടെ പാർപ്പിക്കാനുമാണ് അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് വിഷം കുത്തിവെക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മ പറയുന്നുണ്ട്, എങ്കിൽ വണ്ടി നേരെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വിട്, എനിക്ക് അയാളെ ഒന്ന് കാണണം, എനിക്ക് അയാളോട് ഒന്ന് സംസാരിക്കണമെന്ന് എൽസമ്മ പറയുന്നത് കാണാം. അല്ല, എല്ലാവരുമായിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാവരുമായിട്ട് പോയിട്ട് ഒരു കാര്യമില്ലടി, അതുകൊണ്ട് ആദ്യം ഒറ്റയ്ക്ക് പിന്നെ എല്ലാവരുമായിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇത് സമയമാണെങ്കിൽ
നമ്മുടെ റീത്തയാണെങ്കിൽ എൽസമ്മയെയും കൊണ്ട് സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സ്റ്റാലിനുമായിട്ട് വളരെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം സ്റ്റാലിൻ പറയുന്നുണ്ട്, എൻ്റെ മകളെ എനിക്ക് അംഗീകരിക്കാനേ കഴിയുള്ളൂ. അവളെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അവളൊരു പാവമാണ്, ഒരു അനാഥയാണെന്നറിഞ്ഞപ്പോൾ, അതായത് തൻ്റെ മകൾ അനാഥാലയത്തിലാണ് ഇത്രയും വർഷക്കാലം അറിഞ്ഞത് എന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവളെ ഏറ്റെടുക്കാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അവളെ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചു. അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൽസെ എന്ന് പറയുമ്പോൾ, എൽസയ്ക്ക് പകരം റീത്തയാണ് പറയുന്നത്, നിങ്ങളുടെ അവിഹിത സന്തതിയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു. പുറകെ അവൾക്ക് എല്ലാ സ്വത്തുക്കളും കൊടുത്ത് നിങ്ങൾ അവളുടെ ഭാര്യയെ, അതായത് അവളുടെ അമ്മയെയും നിങ്ങളുടെ പഴയ കാമുകിയെയും ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ സ്റ്റാലിൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം എൽസമ്മ, എനിക്ക് റീത്ത എന്ന് പറയുന്ന ഈ സ്ത്രീയോട് സംസാരിക്കാനായിട്ട് യാതൊരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിനക്കെന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, പറയാനുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എൽസമ്മയും അത് തന്നെ പറയാണ്, റീത്ത ചേച്ചി പറഞ്ഞതല്ലേ ശരി സ്റ്റാലിൻ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഇത്രയും ദുഷ്ടനും നീചനുമായിരുന്നോ എന്ന് നമ്മുടെ എൽസമ്മ സ്റ്റാലിയോട് ചോദിക്കുകയാണ്. ഇതേ സമയം ഞാൻ പറഞ്ഞിട്ടും നിനക്കെന്നെ വിശ്വാസമല്ല. നിനക്ക് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. എൽസമ്മ എന്ന നീ എപ്പോഴും വിശ്വസിക്കുന്നത് നിൻ്റെ സഹോദരിയായ റീത്തയെയാണ്. ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കഥയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ ഇവരെ വെറുക്കുമെന്ന് പറയുന്നു. ഞാൻ പറയണോ റീത്തേ എന്ന് ചോദിക്കുമ്പോഴേക്കും റീത്തയാണെങ്കിൽ അവൻ ഓരോ കള്ളം പറയാണ്. നീ വന്ന് ആ പെണ്ണിനെ കാണ്, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഓടിച്ചു പോകാനായിട്ട്, ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പറയാനായിട്ട് പറയുന്നത് കാണാം. അങ്ങനെ എൽസമ്മയാണെങ്കിൽ ചേച്ചി ഇവിടെ വന്നോ, ഞാൻ അവളെ പോയി സംസാരിച്ച് കാര്യങ്ങൾ എന്താണെന്നറിഞ്ഞ് അവളോട് ഇറങ്ങിപ്പോവാനൊക്കെ ആയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എൽസമ്മ അലീനയുടെ മുറിയുടെ അവിടേക്ക് പോകുകയാണ്. അപ്പോഴാണെങ്കിൽ അലീന വാതിൽ തുറക്കുന്നു. തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. അലീന തൻ്റെ ജീവിതകഥ മുഴുവൻ എൽസമ്മയോട് പറയുന്നു. എൽസമ്മയുടെ മനസ്സിൽ കാരുണ്യമുണ്ട്, റീത്തയെ പോലെയല്ല. മോളെ, നീ ഇവിടെ നിന്നോളാനായിട്ട് പറയുമ്പോൾ അലീന ഞെട്ടിപ്പോവാണ്. എൽസമ്മ ഞാൻ വിചാരിച്ച മാതിരിയല്ല എന്ന് അലീന മനസ്സിലാക്കുകയാണ്. മോളെന്ന് വിളിച്ചതും അലീന പൊട്ടിക്കരയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ കൂട്ടുകാരെ.